മലയാളി രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികളുടെ സ്വന്തം നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 1 കിലോ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറായി. അതിലേക്ക് പട്ട, ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ജാതിപത്രി, അത് നിർബന്ധമില്ല, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, 1 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളി, ഒരു 100 ഗ്രാമിൻ്റെ ഒരു നെയ്യിൻ്റെ പേക്കാണ്, ഡാൽഡ. അതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലിട്ട് ഉള്ളിയിട്ട് വഴറ്റുക. ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്യാരറ്റ് ഇടുന്നില്ല, ഇപ്പോൾ ഉള്ളി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ക്യാരറ്റ് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ക്യാരറ്റ് ഇട്ടാലും നന്ദിട്ടലും ദേവട്ടിക്കും ഒക്കെ അത് ഞാൻ കൊണ്ട് പെറുക്കി എടുത്ത് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഉള്ളിയാണ് വഴറ്റുന്നത്. ഒരു ചെറിയ ഒരു ബ്രൗൺ കളറാവേണ്ട ഒരു വഴറ്റും. ഒരു നല്ല കളറും മാറ്റം ഉണ്ടാവരുത്. നല്ലവണ്ണം ബ്രൗൺ കളറായാലും നെയ്ച്ചോറിൻ്റെ കളറും മാറും. ഇനി ഈ ഒരു പാത്രത്തിനാണ് ഞാൻ അരി അളന്നിട്ട്. ഇതിന് 1.25 പാത്രമാണ് അരി ഉള്ളത്. അപ്പം നമുക്ക് 2.5 പാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായി കളർ മാറിയിട്ടുണ്ട്. നമുക്കിതിന് 2.5 പാത്രം വെള്ളം ഒഴിക്കാം. 1.25ൻ്റെ ഇരട്ടി. ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് പട്ടയും ഏലക്കായും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടണും കൂടി. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർക്കാം. ഈ വെള്ളം നന്നായി തിളച്ചിട്ട് നമുക്ക് ഇതിലോട്ട് അരി ഇടാം. നന്നായി കഴുകി അരി ഊറ്റി വയ്ക്കണം. വെള്ളം നല്ലവണ്ണം വാർത്ത് വയ്ക്കണം. നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മുകളിൽ ബാക്കിയുള്ള നെയ്യ് കൂടി ഒഴിക്കുക. RKG ഉണ്ടെങ്കിൽ അതും ഒഴിക്കുക. ഇതിന് മുകളിൽ മല്ലിച്ചപ്പ് വിതറുക. മുകളിൽ RKG വിതറുക, മല്ലിച്ചപ്പ് വിതറുക. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കും.